അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ലോധി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നന്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ നന്മ പ്രവർത്തിക്കാനും പ്രതിഫലം അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മൾക്ക് ഒരുപാട് സമയവും സന്ദർഭവും അതിനുള്ള എല്ലാ ഉപകരണങ്ങളും ഈ സാഹചര്യത്തിൽ ഇന്ന് സുലഭമാണ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ മൊബൈൽ. ഈ മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കണം. നമ്മൾ ആ മൊബൈലിൽ എന്തെല്ലാമുണ്ട്. നമുക്ക് അതിൽ സമയമറിയാൻ വാച്ചുണ്ട്, അതുപോലെ തന്നെ വാർത്തകൾ അറിയാൻ റേഡിയോ ടെലിവിഷൻ അതുണ്ട്, അതുപോലെ തന്നെ ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. നമ്മൾക്കതിൽ നിന്ന് ഇനി ഒന്നും എന്തിനെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഉപകരണമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നമുക്ക് സെൻഡ് ചെയ്യാനല്ലോ, പെട്ടെന്ന് ഇപ്പം പോസ്റ്റ് ഓഫീസിലൂടെ അല്ലാതെ പെട്ടെന്ന് എത്തിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ കാണാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഉപകാരമുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മൊബൈൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൊബൈലിലൂടെ നമ്മളൊരു വാക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ബല്ലിഗ് അന്നി വലോ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സൗകര്യമില്ലാതെ പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസരത്തിൽ, അതുപോലെ തന്നെ സ്റ്റേജ് കെട്ടി അതിൻ്റെ മുന്നിൽ നിന്ന് ആൾക്കാരുടെ കൂട്ടത്തിൽ പറയാൻ കഴിയാത്തവർക്ക് ഒരു മെസ്സേജ് കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്കെങ്കിലും, ഒരായത്തിൻ്റെ ആശയമെങ്കിലും, അല്ലെങ്കിൽ ഒരു നല്ല സൽപ്രവർത്തനത്തിൻ്റെ പ്രതിഫലവും അതുപോലെ തന്നെ സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനങ്ങളും, അതുപോലെ നരകത്തിനെക്കുറിച്ചുള്ള പേടി ഉണ്ടാക്കാനും പരലോകത്തെക്കുറിച്ചുള്ളതുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾക്ക് ആ മൊബൈലിലൂടെ നല്ല അവസരമുണ്ട്. പക്ഷേ നമ്മൾ ആ അവസരം വിനിയോഗിക്കില്ല. ആ മൊബൈലിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷേ നെഗറ്റീവ് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മകൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിന്മകൾ ചെയ്യാനുള്ള അവസരം നമുക്ക് എത്തുന്നില്ല. നമ്മൾ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് പലതും തോന്നുന്നതുമെല്ലാം. അപ്പം നമ്മുടെ ഉള്ള ഓരോ ഉപകരണങ്ങൾ കൊണ്ടും നമുക്ക് പ്രബോധനം നടത്താം എന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.